ഞാൻ കൃത്യസമയത്ത് വന്ന് ഒന്നും തന്നില്ലെങ്കിൽ ഒരു വക കഴിക്കില്ല. ഇങ്ങനെ പോയാ എന്ത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയല്ലേ അത് ബാധിക്കുക? കഴിക്ക്. ശ്രീ ആ ധന്യോ? ഹരീഷിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാനേ ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ടാ ധന്യ. ഇന്നലെയും കൂടി ഞാൻ നിന്നെ മനസ്സിൽ ഓർത്തായിരുന്നു. നിങ്ങള് സംസാരിച്ചിരിക്കും, ഞാൻ കാപ്പി എടുക്കാം. അയ്യോ ഹരീഷ്, എനിക്ക് കാപ്പിയൊന്നും എടുക്കണ്ട. ഞാൻ അങ്ങനെ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. എന്നാ പിന്നെ ഇതും കഴിച്ചിവിടെ സംസാരിച്ചിരിക്കും. എനിക്ക് ലേശം കുക്കിംഗ് ഉണ്ട്. വാ ഇരിക്ക്. കുക്കിംഗ് ഒക്കെ ഹരീഷ് തന്നെയാണോ ചെയ്യാറ്? അതെ, ചിലപ്പോ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യും. ഞാൻ ചെയ്യാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഹരീഷ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാഞ്ഞിട്ടാ. നിങ്ങൾക്കൊരു സെർവന്റിനെ വെച്ചൂടെ? സെർവന്റിനെയൊക്കെ ഹരീഷിന് പേടിയാ. അവര് വല്ലതും ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് ഫുഡ് പോയ്സൺ വന്നാലോന്ന് പേടിയാ. ഭയങ്കര കെയറിംഗ് ആണല്ലേ? അതെ, അക്കാര്യത്തില് ഐ എം വെരി ഹാപ്പി. എന്നെ ജീവനാ ഹരീഷിന്. അത് നിന്റെ ഭാഗ്യമാ. കല്യാണം കഴിക്കുമ്പോ ഇങ്ങനെയൊന്നും ഒത്തുവരാറില്ല. അതിപ്പോ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും. നീ കഴിക്കേ. ഞാനും നിനക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിരിക്കട്ടെ, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. വീട്ടുകാരും വരാറില്ലേ? നിന്റെ വീട്ടുകാരും ഹരീഷിന്റെ വീട്ടുകാരും. അയ്യോ സോറി ശ്രീ, നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വീട്ടുകാരും ഇല്ലാതിരിക്കുന്ന തന്നെയാ നല്ലത്. വെറുതെ തലവേദനയാ. ഭയങ്കര സ്നേഹം ആക്ട് ചെയ്ത് കാണിക്കും. എനിക്ക് ഈ ആത്മാർത്ഥതയില്ലാത്ത സ്നേഹം കാണിക്കുമ്പോ അത് തിരിച്ചറിയാൻ പറ്റും. വേണ്ടെന്നേ, ആരും വേണ്ട. ഞാനും ഹരീഷും മാത്രം മതി. ഞങ്ങളെ മാത്രം മതി.